ഏകം സാഖ്യം ച യോഗം ച യപശ്യതി സ പശ്യതി. സാഖ്യൈഃ യത് സ്ഥാനം പ്രാപ്യതേ യോഗൈഃ തത് ഗമ്യതേ. സാഖ്യം കൊണ്ട്, സാഖ്യന്മാരാൽ സാഖ്യൻ ജ്ഞാനയോഗി. യാതൊരുവനാണോ ജ്ഞാനനിഷ്ഠനായിരിക്കുന്നത്, രണ്ട് നിഷ്ഠകൾ ഭഗവാനാൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇതാണ് രണ്ട് യോഗങ്ങൾ, രണ്ട് അനുഷ്ഠാന പദ്ധതികൾ എന്നാൽ പറയപ്പെട്ടത്. അതിൽ സാഖ്യന്മാരാൽ, കർമ്മസന്യാസികളാൽ, കർമ്മമേ ഇല്ലാതായവരാൽ ഏതൊരു സ്ഥാനമാണോ പ്രാപിക്കപ്പെടുന്നത്, യസ്ഥാനം പ്രാപ്യതേ. യോഗൈഃ അപി, യോഗം കൊണ്ടും കർമ്മയോഗം കൊണ്ടും യോഗികളാലും തത് ഗമ്യതേ, ആ സ്ഥാനം പ്രാപിക്കപ്പെടുന്നു. യഹ, ഏതൊരുവൻ സാഖ്യം ച യോഗം ച ഏകം പശ്യതി സഹ പശ്യതി. ഇത് രണ്ടും ഒന്നാണെന്ന് യാതൊരുവനാണോ മനസ്സിലാക്കുന്നത്, കാണുന്നത്, അവൻ മാത്രമാണ് യാഥാർത്ഥ്യത്തെ കാണുന്നത്. അല്ലാത്തവൻ യാഥാർത്ഥ്യത്തെ കാണുന്നില്ല. അപ്പോൾ കർമ്മസന്യാസി തേടുന്ന തത്വനിഷ്ഠ എന്ന സ്ഥാനത്തെ കർമ്മയോഗിയും പ്രാപിക്കുന്നു. കർമ്മയോഗം കൊണ്ട് അന്ധക്കരണം വിശുദ്ധമാകുന്നു. വിശുദ്ധമായ അന്ധക്കരണത്തിൽ ആത്മബോധം മാത്രമേ ഉള്ളൂ, ഇതര വസ്തുബോധങ്ങളില്ല. കർമ്മസന്യാസിയും നേടുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് രണ്ടും ഏകസ്ഥാനമാണ്. രണ്ടുപേരും എത്തിച്ചേരുന്നത് കർമ്മയോഗത്തിൽ, യജ്ഞരൂപമായ കർമ്മത്തിൽ ഇതെൻ്റെയല്ല എന്ന സത്യമാണ് അറിയുന്നത്. കർമ്മത്തിൻ്റെ കാരകങ്ങളായിരിക്കുന്ന വസ്തുക്കളിൽ ബലിഷ്ഠമായ രണ്ടെണ്ണം കർമ്മം ചെയ്യുന്നവനോട് ബന്ധപ്പെട്ടതല്ല. 18-ാം അധ്യായം 13-ാം ശ്ലോകം, 13-11. അധിഷ്ഠാനം തഥാകർത്ത 14. അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം, കർമ്മത്തിൻ്റെ അധിഷ്ഠാനം. ഉദാഹരണമായി പറഞ്ഞാൽ, കുലാലൻ കലമുണ്ടാക്കുമ്പോൾ മണ്ണ് അധിഷ്ഠാനമാണ്, കർത്താവ് കുലാലനാണ്. കരണങ്ങളാണ്
ആ കമ്പ്, കുലാലൻ്റെ ദണ്ട്, കുലാലചക്രം മുതലായവ. അതുകൊണ്ട് അടിക്കൽ, നൂലുകൊണ്ട് വലിക്കൽ മുതലായവയൊക്കെ ചേഷ്ടകളാണ്. വിവിധാശ്ച പൃഥക് ചേഷ്ട. ദൈവം. അഞ്ചാമത്തത് ദൈവമല്ലെങ്കിൽ അദൃഷ്ടമാണ്. ഇത്രയും ഘടകങ്ങൾ എല്ലാ കർമ്മത്തിലുമുണ്ട്. അതിൽ കർത്താവ്, ചേഷ്ട, കരണം ഇവയോട് മാത്രമാണ് കർമ്മത്തിൽ കർത്താവിന് അല്ലെങ്കിൽ മനുഷ്യന് ബന്ധമുള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ ഏത് കർമ്മമെടുത്താലും ഇത്രയും 3 കാര്യങ്ങളിൽ മാത്രമാണ് അവന് ബന്ധമുള്ളത്. ഒരു കർമ്മത്തിൻ്റെയും അധിഷ്ഠാനം ജീവസൃഷ്ടിയല്ല. അധിഷ്ഠാനമായി അവൻ സ്വീകരിക്കുന്നത് ഈശ്വര സൃഷ്ടിയെയാണ്. അതിനുണ്ടാകുന്ന പരിണാമഭേദങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ല. ഇഷ്ടിക ഉണ്ടാക്കുന്നതിനാവശ്യമായ മണ്ണ്, കലമുണ്ടാക്കുന്നതിനാവശ്യമായ മണ്ണ്, മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലുള്ള ചെറിയ കല്ലുകൾ, ഇവയൊക്കെ അധിഷ്ഠാന ദോഷത്തിൽ വരുന്നതാണ്, അധിഷ്ഠാന മേന്മയിൽ വരുന്നതാണ്. അതവൻ ഈശ്വര സൃഷ്ടിയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ജീവസൃഷ്ടി വിലാസം ആണ് കർമ്മം. ആ കർമ്മത്തിന് ആധാരമായി എടുക്കുന്നത് ഈശ്വര സൃഷ്ടിയെ തന്നെയാണ്. അതവൻ്റെ നിയന്ത്രണത്തിലല്ല. കാലം ബാഹ്യമായി അവൻ്റെ നിയന്ത്രണത്തിലല്ല. കാലമെല്ലാം ചേർത്താണ് ദൈവമെന്ന് പറയുന്നത്. അദൃഷ്ടം എന്നും പറയാം. ഏത് കൃത്യമായ കണക്കുകൂട്ടലുകൾ ശാസ്ത്രമാതൃകയിൽ എടുത്താലും ഒരേപോലെ മറ്റൊന്നാവില്ല. സൂക്ഷ്മമായ ഭേദം അവയിലുണ്ടാവും. അതുകൊണ്ട് യാതൊരു കാരണം കൊണ്ടും ദൈവം അവൻ്റെ നിയന്ത്രണത്തിലല്ല. ഈ 2 മുഖ്യമാണ്. പിന്നെയുള്ളതാണ് 3 പറഞ്ഞത്: കർത്താവും കരണവും ചേഷ്ടയും. കർത്താവിനെയും കരണത്തെയും ചേഷ്ടയെയും അവൻ അജ്ഞേയമായ പ്രാണനാണ് നിയന്ത്രിക്കുന്നത്. അതാണ് അവൻ്റെ സ്വന്തമെന്ന് പറയാവുന്നത്. ഇന്ദ്രിയാന്തഃകരണങ്ങൾ എങ്ങനെ അടുത്ത നിമിഷം പെരുമാറുമെന്ന്, കർമ്മം താഴെ വെച്ചിട്ട് പോകുമോ, തുടരുമോ, അതുവരെ വന്ന കർമ്മത്തെ അവൻ നേരെ തകിടം മറിക്കുമോ, അതുവരെ ഉപയോഗിച്ച ഭാഷ മാറ്റിപ്പറയുമോ, ഇതിനൊന്നും നിശ്ചയമില്ല. സ്വന്തം കയ്യിലിരിക്കുന്ന കരണങ്ങൾക്ക് നിശ്ചയമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് അന്ധക്കരണ വിശുദ്ധിയുടെ അനിവാര്യത വരുന്നത്. അന്ധക്കരണ വിശുദ്ധി കൊണ്ടല്ലാതെ ഇവ രമ്യമായി നിൽക്കില്ല. ചിലരെല്ലാം തുടങ്ങും, മനസ്സവിടെ വെച്ചങ്ങ് ട്വിസ്റ്റ് ചെയ്യും. അത് ഇന്ദ്രിയ അന്ധക്കരണങ്ങൾ വഴിമാറുന്നതുകൊണ്ടാണ്.
ചിലരെല്ലാം നിലനിർത്താൻ ശ്രമിക്കും. നിലനിർത്തുന്നത് അവർക്കിച്ഛയുള്ള ഒരു സാധനമായിരിക്കും. അത് സമഷ്ടിക്ക് ഗുണകരമാകണമെന്നില്ല, അയാൾക്കും ഗുണകരമാകണമെന്നില്ല. പ്രിയമാണ് അവിടെ നിലനിർത്തിന് കാരണമായി തീരുന്നത്. കർമ്മത്തിൽ വരുന്ന ഈ ഭാവഭേദങ്ങൾ മുഴുവൻ മുൻപിൽ വെച്ചുകൊണ്ടാണ് യജ്ഞം എന്ന സങ്കല്പത്തിലേക്ക് ഭഗവാൻ ഈ ചിന്തയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 3-ാം അധ്യായത്തിൽ യജ്ഞരൂപമായ കർമ്മത്തിലേക്ക് കൊണ്ടുവന്ന ഭഗവാൻ അതിന് കർമ്മയോഗമെന്ന് പേര് നൽകുകയും അതിൻ്റെ പൊരുൾ 2-ാം അധ്യായത്തിലെ 48-ാം ശ്ലോകത്തിൽ പറയുകയും സമതയാണ് യോഗത്തിൻ്റെ പൊരുൾ എന്ന് പറയുകയും അത് തന്നെയാണ് ജ്ഞാനനിഷ്ഠരായവർ നേടുന്നത് എന്ന് പറയുകയും ചെയ്യുകയാണ്. ഏകാന്ത ഭക്തിയിലൂന്നിയ അദൃഷ്ടത്തെയും അധിഷ്ഠാനത്തെയും കർത്താവ്, ചേഷ്ട, കരണങ്ങൾ എന്നിവയെയും ഏകമായ ഒരു ഈശ്വരഭാവത്തിലേക്ക് സമന്വയിപ്പിക്കുമ്പോൾ രാഗദ്വേഷങ്ങൾ അസ്തമിക്കുകയും കർമ്മം എൻ്റെയല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും അന്ധക്കരണം വിശുദ്ധമാവുകയും ചെയ്യും. എൻ്റെയാണ് എന്ന മമത വരുമ്പോൾ പരിമിതമാവുകയും ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയുമായി പ്രതികൂലമാവുകയും സമഷ്ടി അനേക മനസ്സുകളുടെ സംയോഗം കിടക്കുന്ന ഒന്നിനെ അതിൻ്റെ ജീവസായി നിൽക്കുന്ന സമഷ്ടി മനസ്സിനെ നിരാകരിക്കുകയും അതെൻ്റേതാണ് എന്ന് അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ആ മനസ്സ്, ആ ദേവത ചെയ്യുന്ന വെഷ്ടിയുമായി നടത്തുന്ന ഏറ്റുമുട്ടലാണ് കർമ്മപരാജയങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അവിടെ അന്ധക്കരണം വിശുദ്ധമല്ലാതാകുന്നു, ഫലപ്രാപ്തി ഇല്ലാതാകുന്നു. ഏതൊന്നാണോ ഈശ്വര സൃഷ്ടമായതിൽ നിന്ന് എടുക്കുന്നത് അതിൻ്റെ ചേതന അതിനോടൊപ്പം ഇരിപ്പുണ്ട്. ആ ചേതനയെ നിരാകരിച്ചിട്ടാണ് സ്വന്തമാക്കുന്നത്. വസ്തുത സ്വന്തമായി ഒന്നുമില്ല എന്ന് തന്നെയാണ്. അതാണ് യജ്ഞത്തിൻ്റെ പൊരുളും, അതാണ് സമദർശനം എന്ന് പറയുന്നതും. ഏതെടുത്തോളൂ, കർമ്മത്തിനുപയോഗിക്കുന്ന ഏത് കരണമെടുത്തോളൂ, അതെല്ലാം ഈശ്വര സൃഷ്ടമാണ്. നമ്മുടെ ബോധം അതിനെ മാറ്റിമറിക്കാനുണ്ടാക്കിയ സങ്കല്പങ്ങൾ ജീവസൃഷ്ടിയുടേതാണ്. സങ്കല്പം മാത്രമാണ് അതിൽ ജീവസൃഷ്ടി. അതെത്രത്തോളം ഈശ്വര സൃഷ്ടിയുമായി സമന്വയിക്കപ്പെടുന്നു അതിനനുഗുണമായി അന്ധക്കരണം വിശുദ്ധമാകുന്നു. എത്രത്തോളം ജീവസൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുകയും ഈശ്വര സൃഷ്ടിയെ ജീവസൃഷ്ടിയാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അത്രത്തോളം അന്ധക്കരണം അശുദ്ധമാകും.
ഇതാണ് അതിൻ്റെ പൊരുൾ. സകല കർമ്മങ്ങളും സന്യസിച്ചു നിൽക്കുന്ന ഒരുവനും കർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയ, ശങ്കരൻ അങ്ങനെയാണ് 48-ാം ശ്ലോകത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ പറയുന്നത്. വളരെ താത്വികമായി സമം ദർശിക്കുവാനുള്ള പൊരുളായി കൊണ്ടിരുന്നത് ഈശ്വരനെയാണ്. സംഘം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റേതാണ് എന്ന മമത പോയാൽ പിന്നെ ആരുടേതാണ്? ഈശാവാസ്യമായിരിക്കണം അതിനുള്ള സ്തുതിയായി ശങ്കരൻ മനസ്സിൽ വെച്ചിട്ടുണ്ടാവുക. എൻ്റെ അല്ല വസ്തുവുണ്ട്, അത് സമഷ്ടിയുടേതാണ്, എല്ലാവരുടേതുമാണ്. മാഗൃധ എന്നതിൻ്റെ ആശയമായിരിക്കണം സ്മൃതിക്ക് ഭാഷ്യം ചമയ്ക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ശക്തമായി തന്നെ പറയുന്നുണ്ട് ഈശ്വരാർപ്പണ ബുദ്ധിയ ഭാഷ്യകാരൻ. അപ്പോൾ സമഷ്ടിപൂർവകമായി ചെയ്യുന്ന, അങ്ങനെ വരുമ്പോൾ രാഗമില്ല. സംഘമില്ല എന്ന് പറഞ്ഞാൽ രാഗമില്ല. രാഗമില്ല എന്ന് പറഞ്ഞാൽ ദ്വേഷമില്ല. രാഗമാണ് ദ്വേഷം. ഇങ്ങനെ വേണമെന്നുള്ളത് രാഗവും, അങ്ങനെ ആകാതെ വരുമ്പോഴുള്ള വികാരം ദ്വേഷവുമാണ്. ദ്വേഷം രാഗത്തിൻ്റെ പ്രചണ്ഡമായ അവസ്ഥയാണ്. ദ്വേഷം വരുമ്പോഴാണ് തീരെ വിട്ടുപോകാതിരിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ ദ്വേഷം കൂടിയാലാണ് പരസ്പരം കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഉപദേശം കൊടുക്കാൻ പോകും. ഭാര്യയും ഭർത്താവും തമ്മിൽ കടുത്ത ദ്വേഷത്തിലാണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരിക്കലും പിരിയില്ല. രണ്ടുപേരും പരിചയക്കാരോടൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പരിചയക്കാർ പറയാം എന്നാൽ പിന്നെ പിരിഞ്ഞുകൂടെ, അതങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? അത് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കാണാം. മമത ഇല്ലാതായാൽ മാത്രമേ, രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ മാത്രമേ സമ്യക്കായി പിന്മാറാനാവുള്ളൂ. ഏത് കർമ്മത്തിൽ നിന്നും ഏത് ബന്ധത്തിൽ നിന്നും സമ്യക്കായി പിന്മാറാനാണ് ശാസ്ത്രത്തിൻ്റെ സഹായം തേടേണ്ടത്. മാനേജ്മെൻറ്റ് പഠനങ്ങളെല്ലാം കർമ്മത്തിലേക്ക് എടുത്തു ചാടാനാണ് സിദ്ധാന്തങ്ങൾ നമുക്ക് തരുന്നത്. എടുത്തു ചാടാനൊരു ചെറിയ വാസന മതി, പിന്മാറാൻ ഇതൊന്നും പോരാ. പിന്മാറാൻ ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റൂ. തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നിർത്താൻ വലിയ പാടാണ്. അതുകൊണ്ട് കർമ്മത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണ്. കർമ്മം എപ്പോൾ വേണമെങ്കിലും പിൻവാങ്ങണമെങ്കിൽ വെഷ്ടി കർമ്മത്തിൽ സംഘത്തോടു കൂടി ഉണ്ടാവരുത്. സംഘമില്ലാതാണെങ്കിൽ സമഷ്ടിയുടേതാണ് കർമ്മം. ഉത്തമ ബോധ്യമുണ്ട്, അത് ചെയ്യുന്നത് സമഷ്ടി പുരുഷനാണ്, ഈശ്വരനാണ്, ഞാനല്ല.
ഉപകരണമായ ഞാൻ അവിടെ നിന്ന് മാറേണ്ട സമയമായാൽ മരിച്ചോ മരിക്കാതെയോ അവിടുന്ന് മാറും. അതിന് വേണ്ടവർ അവിടെ വരും. അവനാണത് തുടർന്ന് ചെയ്യേണ്ടത്, ഞാനല്ല. തൃപ്തമായാണ് മടങ്ങുന്നത്, അതൃപ്തമായല്ല. ഇതാണ് അന്ധക്കരണ വിശുദ്ധിയുടെ അടിസ്ഥാനം. ഇതിനുള്ള ട്രെയിനിങ് ആണ് ആദ്യമായി വേണ്ടത്. എന്നിട്ട് ചാടിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ അസ്വസ്ഥതയാണ്. ഈ കർമ്മം തുടരേണ്ടിയും വരും. ഒരു കർമ്മത്തിൽ സംഘമുണ്ടെങ്കിലാണ്, താൻ ചെയ്യുന്നുവെന്ന ബോധം വരുമ്പോഴാണ് ഇത് ശരിയായില്ല, ഇനിയും കുറെ കൂടെ ഭംഗിയായി ചെയ്യണം. ശരിയാകാത്തത് അവൻ കാരണമാണ്, അവൾ കാരണമാണ്, ആ ചുറ്റുപാട് കാരണമാണ്. അല്ലായിരുന്നെങ്കിൽ കുറെ കൂടെ ശരിയാകുമായിരുന്നു. കുറെ കൂടെ ശരിയാകുന്ന ഒരു കർമ്മത്തിൻ്റെ ബീജം ഉണ്ടാക്കിയിട്ടാണ് ഈ കർമ്മം പിൻവാങ്ങുന്നത്. അത് അനുസ്യൂതതയ്ക്ക് ഇടയാവും. കർമ്മത്തിൻ്റെ അനുസ്യൂതതയ്ക്ക്, ജ്ഞാനമില്ലായ്മയ്ക്ക് ഇടയാവും. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധാന്തഃകരണം ഉണ്ടാകാൻ കർമ്മത്തെയും അതിൻ്റെ കാരകങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്താൽ, സംഘമില്ലാതായാൽ, സംഘം തെക്ത്വ, സംഘമില്ല എങ്കിൽ സിദ്ധിയിലും അസിദ്ധിയിലും സമമായി. കാരണം ആദ്യ പാദത്തിൽ കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ, ഫലത്തിലില്ല. അതാണ് സംഘം തെക്ത്വ. സിദ്ധിയിലും അസിദ്ധിയിലും സമമായിട്ട് മാ കർമ്മ ഫലഹേതുർഭൂ സമത്വം യോഗ ഉച്യതേ മാതേ സംഗോസ്തു അകർമ്മണി. ആ 47-ാം ശ്ലോകത്തിൽ പറഞ്ഞതിനെ കുറെ കൂടെ നന്നായിട്ട് 48-ൽ വ്യാഖ്യാനിക്കുകയാണ്. അത് നിഷ്ഠാപൂർവകമായ 2 രീതികളാണെന്ന് 3-ാം അധ്യായം പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. 4 അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈശ്വരൻ ഏതാണെന്ന് തൊട്ട് കാണിക്കുകയാണ്. നമ്മൾ നല്ലപോലെ കണ്ടു. സമഷ്ടി അനന്തപുരുഷനായി നിലകൊള്ളുന്ന ഞാൻ തന്നെയാണ് ഈ കർമ്മങ്ങളുടെയും ഈ നിലപാടുകളുടെയും മുഴുവൻ അധിപതി. ബാക്കിയുള്ളതൊക്കെ എൻ്റെ അനുജ്ഞയെ അവർ അനുവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് 11-ാം അധ്യായത്തിൽ തൊട്ട് കാണിക്കുകയും ചെയ്യും അർജുനനെ. ഭീഷ്മം ച ദ്രോണം ച ജയദ്രഥം ച, ഇവരെല്ലാം ഈ കാലപുരുഷനിലൂടെ കടന്നു പോകുന്നത് കാണിക്കും. ഏകാന്ത ഭക്തി അവിടെയാണ് പൂർണ്ണമാകുന്നത്. അല്ല, കൃത്യമായിട്ടാണ് 4-ാം അധ്യായത്തിൽ ഇതെല്ലാം ഞാനാണ് ചെയ്യിക്കുന്നത് എന്ന് സ്പഷ്ടമായി പറഞ്ഞിട്ട് ഒരു ജീവന് പോലും ഇതിലൊരു പ്രസക്തിയുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട്, അവിടെ വെച്ച് ബോധ്യപ്പെട്ടാലേ ബോധ്യപ്പെടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഞാനാണ് എന്ന് ജീവന് തോന്നുന്നു എങ്കിൽ അന്ധകരണം വിശുദ്ധമായിട്ടില്ല. അന്ധകരണത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ ഭാരതീയ ചിന്തയുടെ പരമമായ സത്യം ഭഗവാൻ 4-ാം അധ്യായത്തിൽ തൊട്ട് കാണിക്കുകയാണ്.
വളരെ സ്പഷ്ടതയാണ്. അത് കഴിഞ്ഞ് തന്നാൽ തന്നെ നിയുക്തമായ രണ്ട് നിഷ്ഠകളും ഈശ്വരീയമാണെന്നും രണ്ടിൻ്റെയും ഫലം ഒന്നാണെന്നും സംശയമില്ലാതെ അവതരിപ്പിക്കുകയുമാണ്. രാഗദ്വേഷങ്ങളെ തള്ളിക്കളഞ്ഞ് മാത്രമാണ് കർമ്മയോഗി കർമ്മത്തെ ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മയോഗിയുടെ അന്ധഃകരണം വിശുദ്ധമാണ്, ശുദ്ധസത്വമാണ്. ശുദ്ധസത്വത്തിൽ തമസില്ല. അതുകൊണ്ട് രാഗമോ ദ്വേഷമോ ഇല്ല. അതുകൊണ്ട് അധർമ്മലേശമില്ല. അവൻ ഒരു ഉപകരണമെന്ന നിലയിൽ മാത്രമാണ് കർമ്മം ചെയ്യുന്നത്. രാഗദ്വേഷങ്ങൾ തീരെയില്ലാതാവുകയും കർമ്മങ്ങളില്ലാതാവുകയും ചെയ്തതുകൊണ്ട് കർമ്മസന്യാസി കർമ്മത്തിൽ നിന്ന് തന്നെ വിമുഖനാണ്. കർമ്മബീജമൊന്നും കർമ്മസന്യാസിയിലില്ല. നേരത്തെ തുടങ്ങിവെച്ചിരിക്കുന്ന ബീജങ്ങളെ തീർക്കുകയാണ് കർമ്മയോഗി ചെയ്യുന്നത്. തദ്വാര അയാളുടെ അന്ധഃകരണം വിശുദ്ധമാവുകയാണ്. കർമ്മസന്യാസിയിൽ അത് തീരെ ഇല്ലാത്തതുകൊണ്ട് അയാൾ കർമ്മമേ ചെയ്യുന്നില്ല. ഇയാൾ കർമ്മം ചെയ്യുമ്പോഴും അന്ധഃകരണം വിശുദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഫലത്തിൽ രണ്ടും ഒന്നു തന്നെയാണ്. തത്വാനുസന്ധാനം കൊണ്ട് തന്നിലുള്ള കർത്തൃത്വബോധം നീങ്ങുമ്പോൾ തത്വനിഷ്ഠയിൽ തത്പദ ലക്ഷ്യാർത്ഥത്തിൽ സന്യാസി നിഷ്ഠനായിത്തീരുന്നു. ആ ജ്ഞാനം സന്യാസ ലക്ഷണമാകുന്നു. അതേതാണോ അതുതന്നെയാണ് ഞാനെന്ന് ബോധ്യമാകുന്നു. ചിത്തശുദ്ധി സമ്പാദിച്ച കർമ്മയോഗിയാകട്ടെ തത്വനിഷ്ഠ വഴിക്ക് വിശുദ്ധ അന്ധഃകരണം കയറിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞത്. ഒന്ന് മാർഗവും ഒന്ന് ലക്ഷ്യവും. അന്ധഃകരണ വിശുദ്ധി മാർഗവും തത്വനിഷ്ഠ ലക്ഷ്യവുമാവും. അന്ധഃകരണ വിശുദ്ധി ആയാൽ തത്വനിഷ്ഠ ഉറയ്ക്കുമെന്നുള്ളത് കൊണ്ട് മാർഗം ലക്ഷ്യം തന്നെയാകുന്നു. ഇവിടെയാണ് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി അർജുനൻ തത്വനിഷ്ഠനാകണമെങ്കിൽ ഈ അന്ധഃകരണ വിശുദ്ധി വേണം. ഇല്ലാതെ തത്വനിഷ്ഠ ഉറക്കില്ല. നേരത്തെ തത്വനിഷ്ഠനായവൻ ഇപ്പോൾ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അത് തത്വനിഷ്ഠ ഉറച്ചതുകൊണ്ടുള്ളതാണ്. കർമ്മബീജങ്ങളായ രാഗദ്വേഷങ്ങൾ കിടക്കുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് തത്വനിഷ്ഠനാവില്ല. കർമ്മം ഉപേക്ഷിക്കാം. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാവില്ല, അന്ധഃകരണം വിശുദ്ധമാവില്ല.
3-ാം അധ്യായം 6-7 ശ്ലോകങ്ങളാണെന്ന് തോന്നുന്നു. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. 6 അതോ 7? 4. കർമ്മണാം അനാരംഭാത്, കർമ്മങ്ങൾ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട് സിദ്ധിയെ പ്രാപിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ന കർമ്മണാം അനാരംഭത് സിദ്ധി നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നില്ല. ഒരാൾ കർമ്മം ആരംഭിച്ചില്ല, വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അന്ധക്കരണം വിശുദ്ധമാകണമെന്നില്ല. കാരണം കർമ്മത്തിൻ്റെ കരണങ്ങൾ കർമ്മേന്ദ്രിയങ്ങളാണ്. ഒരുപാട് ഊർജം ചെലവഴിച്ച് കർമ്മേന്ദ്രിയങ്ങളെ അകത്തേക്ക് പിടിക്കാം. വരട്ടെ, കാണട്ടെ, എന്താണെന്ന് നോക്കട്ടെ, ഞാനിപ്പോൾ ചാടിക്കയറണ്ട എന്ന് വിചാരിച്ച് അനങ്ങാതൊരിടത്തിരിക്കാം. പക്ഷെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഉത്കണ്ഠ കളിയാടുന്ന മനസ്സ് ശുദ്ധമല്ല. മനസ്സ് കർമ്മത്തിൻ്റെ പ്രചണ്ഡ ഭാവത്തിലാണ്. സ്റ്റാർട്ട് ചെയ്ത് പെട്രോള് ധാരാളം വിട്ടുകൊടുത്ത് ബ്രേക്കിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഊർജം അനിവാര്യമായി വരുന്നത്. Am I right? ഡ്രൈവ് ചെയ്യുന്നവർ അതുപോലെ നമ്മളൊരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ ബ്രേക്ക് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണമായിരിക്കുന്ന പ്രേരക നാഡികളിലേക്ക് പോകുന്ന ഊർജത്തെ മുഴുവൻ പിടിച്ചു നിർത്തുക. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക, അവിടെ വെച്ച് കുഴഞ്ഞു വീഴും. മോട്ടോർ നെർവുകൾ മുഴുവൻ താറുമാറാവും. പിന്നെ വർത്തമാനം പറയാൻ പറഞ്ഞാൽ പറ്റിയില്ല എന്ന് വരും. പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റിയില്ല എന്ന് വരും. പുതിയ മാനേജ്മെൻറ്റ് തിയറികൾ വന്നപ്പോൾ ഉന്നതരായ ഓഫീസർമാരൊക്കെ 40 വയസ്സങ്ങ് കിടക്കുമ്പോൾ ഈ പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്. അൾസീമേഴ്സ്, മോട്ടോർ ന്യൂറോൺ എല്ലാം. ഇത് കർമ്മത്തിൻ്റെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ്. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നാണ് പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ വർത്തമാനം പറയണമെന്നുണ്ട്, പറ്റുകയില്ല. നടക്കാൻ പറ്റില്ല, ഭക്ഷണം ഇറങ്ങിപ്പോവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇല്ല, പൊട്ടിത്തെറിയാണ്. കാരണം കർമ്മേന്ദ്രിയങ്ങളെ പിടിച്ചങ്ങ് അടക്കുകയാണ്. എന്നിട്ട് മനസ്സിനെ അലയാൻ വിടുകയാണ്. ഇത് മിഥ്യാചാരൻ്റെ ലക്ഷണമാണ്. കർമ്മേന്ദ്രിയങ്ങൾക്കല്ല അച്ചടക്കം വേണ്ടത്, മനസ്സിനാണ് വേണ്ടത്. കർമ്മേന്ദ്രിയങ്ങളിലേക്ക് ഉണ്ടാകുന്ന ആവേഗങ്ങളെല്ലാം പൂർവകാലീനമായ ജ്ഞാനേന്ദ്രിയങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന അറിവ് മനസ്സ് രൂപാന്തരപ്പെടുത്തി പുറത്തേക്ക് വിട്ടതാണ്.
ആ വേഗങ്ങളെല്ലാം, കർമ്മേന്ദ്രിയങ്ങളിലേക്കുള്ള വേഗങ്ങളെല്ലാം ഒഴുകിപ്പോയി കഴിയുമ്പോഴാണ് അന്ധക്കരണം വിശുദ്ധമാകുന്നത്. അതിന് ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത്. ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളിലുള്ള താല്പര്യത്തെ, മനസ്സിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെയുമാണ് നിയന്ത്രിക്കേണ്ടത്. ഒരു ദിവസം മുതൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുകയും ഇതുവരെ ഒഴുകിയ ഊർജം പൂർണ്ണമായിത്തീരുന്നതിന് കർമ്മേന്ദ്രിയങ്ങളെ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ അയാൾ ശുദ്ധ അന്ധക്കരണനായിത്തീരുന്നു. ഇതാണ് ഗീത അവതരിപ്പിക്കുന്ന രീതി. അതാ 2 ശ്ലോകം അതിൻ്റെ കൂറാണ്. അതാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ളത്. അതുകൊണ്ട് ഇതിനോട് തുന്നിപ്പിടിപ്പിക്കണം ആ 2 ശ്ലോകം മനസ്സിലുണ്ടാവണം. ഏത് പഠിക്കുമ്പോഴും ഇതിനോട് ബന്ധപ്പെട്ടതെല്ലാം മനസ്സിൽ കയറി വന്നിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ കാര്യം മനസ്സിലാവില്ല. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ. യസ്തിന്ദ്രിയാണി നിയമ്യാരഭതർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. അവനാണ് വിശിഷ്ടൻ. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ലൗകികമായ അറിവുകളുടെ ആധാരം. ഷിഞ്ഞ് ബന്ധനേ. വാചസ്പതി മിശ്രൻ വളരെ മനോഹരമായി പറയും, വിഷണ്വന്തി വിഷയിണമനുബധ്നന്തി സ്വേനരൂപേണ നിരൂപണീയം കുർവന്തി ഇതി വിഷയാഃ. വിശേഷേണ ബന്ധിക്കുക. അടുത്തിരിക്കുന്ന വസ്തു നമ്മളെ ബന്ധിക്കുകയാണ് ചെയ്തത്. ഒരു വീട്ടിൽ കയറി ചെന്നു, അവിടെ കുറേ ഷെൽഫ് കണ്ടു. വെറുതെ ഇരിക്കാൻ പറ്റൂല, ചോദിക്കും ഇതെവിടുന്നാണ് വാങ്ങിയത്, എന്താ ഈ വില. ഒരാവശ്യം ഉണ്ടായിട്ട് ചോദിച്ചതല്ല, പക്ഷെ ചോദ്യം കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ? അപ്പോൾ ആ ഇന്ദ്രിയവും ആ വിഷയവുമായി ചേർന്ന് മനസ്സ് അതിൻ്റെ ആകാരം പൂണ്ട് ഒരു കർമ്മത്തിനുള്ള ബീജം അവിടെ ഉടലെടുത്ത് കഴിഞ്ഞു. ഒരു വീട്ടിൽ കയറി ചെന്നു, അതിലെ മുറികളിലൂടെയൊക്കെ നടന്നു. അടുക്കള അവർ കുറേ ദിവസമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പണിത് കഴിഞ്ഞ് താമസിച്ചു തുടങ്ങിയപ്പോഴാണ് വളരെ അസ്വസ്ഥതയുണ്ട്. പക്ഷേ കാണുന്നവൻ താമസിക്കുന്നില്ല. മനസ്സിലായി? കാണുന്നവൻ താമസിക്കുന്നില്ല. അവർ താമസിക്കുന്നവൻ എന്നുള്ളതങ്ങ് മറക്കുകയും കാണുന്നവൻ്റെ മനസ്സിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ തനിക്കിതുണ്ട് എന്നുള്ളൊരു അഭിമാനത്തിൻ്റെ തലം വരും. അതുകൊണ്ട് സത്യം പറയില്ല. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അവരിപ്പോൾ കാഴ്ചക്കാരനായ നിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ നിങ്ങളതിൻ്റെ മനോഹാരിതയെപ്പറ്റി പറയുമ്പോഴൊക്കെ അഭിമാനമായി. അപ്പോൾ നോക്കണം കണ്ണുകളിലേക്ക്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഇതിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങൾക്കുമെങ്കിലും ഇയാൾ പ്രശംസിക്കുമ്പോഴെല്ലാം അവൾ ഈ കാഴ്ചക്കാരൻ്റെ കൂടെ കൂടിയിട്ട് എങ്ങനെയുണ്ടോ പുളുന്ത എന്ന് ചോദിക്കുന്ന പോലൊരു കണ്ണിൻ്റെ പ്രയോഗം ഉണ്ടാവും. മനസ്സിലായില്ല? ഇത് കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് കടന്ന് ഭർത്താവിന് ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നതും വീട്ടിന് ഉപദ്രവകരമായതുമായ കാര്യങ്ങളെ ഇയാൾ കാഴ്ചയിൽ പ്രശംസിക്കുമ്പോൾ കാണാൻ കൊള്ളുന്നത് ജീവിക്കാൻ പലപ്പോഴും കൊള്ളണമെന്നില്ല. മനസ്സിലായോ എന്നറിയില്ല. അപ്പോൾ ഇയാൾ ഇവളെ നോക്കുന്നുണ്ടാവും, കൊഞ്ഞനം കുത്തുന്നുണ്ടാവും. പോയി കഴിയുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത്
അത് ശരിയല്ലെന്ന് ആ ചേട്ടൻ വന്ന് പറഞ്ഞത് എന്താണ്? അതാ പറഞ്ഞേ, കൊള്ളാവുന്നവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റിയില്ല. പച്ചയായിട്ട് പറയും. എൻ്റെ വിധി തൻ്റെ കൂടെ കെട്ടിയെടുത്തത്. ഇയാളും ഇതുപോലെ പറയും. പക്ഷെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെയും ഈ സാധനം ഉപദ്രവകരമാണ്. ഇത് കിടക്കുന്ന സ്ഥലവും സാധനവും എല്ലാം ഉപദ്രവകരമാണ്. പക്ഷെ ഇവൻ പോകുന്നത് ഈ സാധനവും മനസ്സിലേറ്റിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇവൻ്റെ വീടൊന്ന് പൊളിച്ച് ഇതുപോലെ പണിതാൽ മാത്രമേ ഇവന് മനസ്സമാനം കിട്ടുള്ളൂ. അപ്പോഴേക്ക് ഏതാണ്ട് ഒരു 60 വയസ്സെത്തും. പ്രൗഢം ഫണ്ടും ഗ്രാറ്റുവിറ്റിയും എടുക്കാവുന്ന ലോണും ഒക്കെ കൂടെ എടുത്ത് ഇത് പണിയും. മനസ്സിലായില്ല? എന്നാലിത് കൈകാര്യം ചെയ്യേണ്ടത് പിള്ളേരാണ്. അവരോട് ചോദിക്കില്ല. അവരിടയ്ക്ക് അഭിപ്രായം വല്ലതും പറഞ്ഞാൽ അതൊക്കെ നീ പണിയുമ്പോൾ മതി, നിനക്ക് കാശുണ്ടാവുമ്പോൾ. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പണിയുന്നത്. ഇയാൾ കിടപ്പായി ഇവൻ എഴുതി കൊടുക്കുമ്പോഴേ അവനൊരറ്റത്തു നിന്ന് പൊളിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ദുഃഖവും വേറെ. ഇതാണ് കർമ്മത്തിൻ്റെ തുടർച്ച. ഈ കർമ്മ എവിടെ വെച്ചാണ് നിർത്തുക? ഈശ്വരസൃഷ്ടമായിരിക്കുന്ന ജഗത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് ജീവസൃഷ്ടിയെ എവിടം വരെ ശാന്തമായി കൊണ്ടുപോകാം? മറ്റുള്ളവർ സമഷ്ടി സങ്കല്പത്തിൽ ഉണ്ടാക്കി വെച്ചതിനെ രമ്യമായി സംയോജിപ്പിച്ചുകൊണ്ട് എവിടം വരെ കൊണ്ടുപോകാം? കാരണം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്ന് തുടങ്ങി വെച്ചതിനെ രമ്യമായ ഒരു ധർമ്മത്തിൻ്റെ അടിത്തറയിൽ സമഷ്ടി പുരുഷ അർപ്പണമായി എങ്ങനെ സംയോജിച്ച് മനസ്സിലാക്കി ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള സംയോഗം ഒരു നിമിഷം മുതൽ നിർത്തി പുതിയ വിഷയബാധയുണ്ടാകാതെ ആരംഭിക്കാം. അവിടെ അന്ധക്കരണം വിശുദ്ധമാകാൻ തുടങ്ങും. കർമ്മത്തിൻ്റെ ഏടാകൂടങ്ങൾ അസ്തമിക്കും. അവിടെ ആനുപാതികമായ സമാധി അനുഭവിക്കുകയും സമത കൈവരുകയും ചെയ്യും. അപ്പോൾ സാധ്യമായ സമാധിയുടെ മാർഗരേഖയിലേക്ക് അയാളെത്തും. മാർഗവും ലക്ഷ്യവും ആനന്ദമായതുകൊണ്ട് രണ്ടുപേരും ഒരേ മാനബിന്ദുവിലാണ്. ഇതാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സാധനയുടെയും സാധ്യത്തിൻ്റെയും ഐക്യം. ഒരാൾ സാധനയിലും മറ്റേയാൾ സിദ്ധിയിലും. സാധനയിൽ തന്നെ സിദ്ധിയുടെ സുഖമനുഭവിക്കുന്നത് കൊണ്ട് അനുഭവദശയിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാണ് ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കരുക്കൾ ഇത്രയും വേണം. 47, 48 ശ്ലോകം 2-ാം അധ്യായം 1 മുതൽ 7 വരെ ശ്ലോകങ്ങൾ 3-ാം അധ്യായം, 4-ാം അധ്യായം പൂർണ്ണം, 5-ാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങൾ. ഇത്രയും ഭാവനയ്ക്ക് മുമ്പിലുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ശ്ലോകം എടുത്തുകൊണ്ട് വേറെ വഴിക്കെല്ലാം പോകും. കാരണം നമ്മളുടെ ബേസ് മുഴുവൻ അപഗ്രഥനാത്മക പഠനമാണ്. മോഡേൺ പഠനങ്ങളെല്ലാം അപഗ്രഥനാത്മകമാണ്. അതുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകം എടുക്കും, അപഗ്രഥിച്ച് വേറെ എവിടെയോ എത്തും.
അപ്പോൾ ഗംഭീരമായിട്ട് ഭഗവത്ഗീതയിൽ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും. കാര്യം ലളിതമായി മനസ്സിലാവില്ല. ഇത് വളരെ ലളിതമായാണ് പറഞ്ഞിരിക്കുന്നത്, വളരെ ലളിതമായി, ഒരുപാട് കളിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗം? യോഗത്തിൻ്റെ ആവശ്യകത എന്താണ്? അർജുനൊരു ചോദ്യം ചോദിക്കാം. രണ്ടും ഒന്നാണല്ലോ, എന്നാൽ പിന്നെ ജ്ഞാനനിഷ്ഠ തന്നെ പോരെ? യോഗനിഷ്ഠയുടെ ആവശ്യം എന്താണ്? കർമ്മം തന്നെ അങ്ങ് ത്യജിച്ചാൽ മതിയെങ്കിൽ അതല്ലേ എളുപ്പം. എളുപ്പമല്ല എന്ന് 3-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാവേണ്ടതാണ്. പക്ഷെ മനസ്സിലായില്ലെങ്കിൽ ഈ ചോദ്യം ബാക്കി കിടക്കും. കാരണം വിഷയലോകങ്ങൾ വളരെ വിപുലമാണ്. അനുമതിയൊന്നും ചോദിക്കാൻ കാത്തു നിന്നിട്ടല്ല വിഷയം കയറി വരുന്നത്. അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്, ഒരു വീട്ടിൽ ചെന്ന് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലൊക്കെ വേണം തോന്നും. നിങ്ങളുടെ സാമൂഹികത പലപ്പോഴും ഈ അപഗ്രഥനാത്മക പഠനത്തെ വളർത്തുകയും അസ്വസ്ഥതയെ പ്രചണ്ഡമായി ഉണ്ടാക്കുകയും ചെയ്യും. ഒരുമാതിരി മാന്യമായി വീട്ടിൽ കഞ്ഞിയും കുടിച്ച് കിടന്നതാണ്. രാവിലെ എഴുന്നേറ്റു, ഭാര്യ കഞ്ഞി വെച്ച് തന്നു, കഞ്ഞി കുടിച്ചു, കുഴപ്പമൊന്നുമില്ല. കഞ്ഞി കൊണ്ട് തൃപ്തനാകുകയും ചെയ്യുമല്ലോ. 2 പ്രാവശ്യം പരിചയക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കഞ്ഞിയല്ല, പുട്ടും കടലയും ഇഡലിയും ദോശയും ഒക്കെ ആണെങ്കിൽ കഞ്ഞി അസ്വസ്ഥമാകാൻ തുടങ്ങും. 2 ആഹാരമാണ്, കുഴപ്പമൊന്നുമുള്ളതല്ല, വിശക്കുമ്പോൾ കഴിക്കാനുള്ളതാണ്. ദീർഘകാലമായി കഞ്ഞി കുടിച്ചാണ് ശീലമെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ദാഹം മൈൻഡുണ്ടാക്കും. എന്നും കഞ്ഞി വേറെ പണിയൊന്നുമില്ല. വെറുതെ ഇരുന്ന് സീരിയലും കണ്ടിരുന്നോ? നേരാമണ്ണം ഒരു പുട്ടുണ്ടാക്കാൻ അറിയില്ല, ഒരു കടല കറി വെക്കാൻ അറിയില്ല. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെ തള്ളയെ ശരിയല്ല. ഇതുവരെ കുഴപ്പമില്ലാതെ മാന്യമായി കഞ്ഞിയും കുടിച്ച് സ്നേഹിച്ച് 2 പേരുടെ സ്വസ്ഥമായി ജീവിച്ച് നല്ല പിള്ളേരും ഉണ്ടാകത്തക്ക വിധത്തിൽ പോയതാ. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഒന്നും അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഈ അയലോക്കംകാരൻ്റെ ഇഡ്ഡലി തിന്നാൻ പോയതാ, അല്ലെങ്കിൽ പുട്ട് കഴിക്കാൻ പോയതാ. പരിചയക്കാരൻ്റെ കൂടെ പോയി പുട്ട് കഴിച്ചപ്പം വന്ന ഗതികേടാണ്. ഈ പുട്ട് തലയിൽ കയറിയതാണ്. പുട്ട് കഴിച്ചാൽ നെഞ്ചുരുക്കം ഉണ്ടാവും, എന്നാലും വേണ്ടുകയില്ല. കാരണം പുട്ട് നല്ലതാണെന്നൊരു ബോധം. പലപ്പോഴും നമുക്ക് ഈ അബദ്ധം പറ്റും. അവിടെ ചെന്നപ്പോൾ ഏതോ ഒരു ഉടിലിടലു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പുതിയ പാചകകലയൊക്കെ നോക്കി ഉണ്ടാക്കി വെച്ചതാണ്. എന്നിട്ട് അവൾ പാചക പുസ്തകമൊക്കെ നോക്കി വളരെ ഭംഗിയായിട്ട് ഭർത്താവിനും പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കുക. കുടൽ പോക്കാം, എന്നാലും അതാണ് ശരിയെന്ന് തോന്നലുണ്ടാവും. പിന്നെ അതുപോലെ ചമ്മന്തി അരയ്ക്കണം, അതുപോലെ അച്ചാറുണ്ടാക്കണം. ശരിയല്ല, ഇതൊന്നും ശരിയല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ പെണ്ണുങ്ങളെ ശരിയാന്ന് പറയുന്നുള്ളൂ, ഇവർ പറയുന്നില്ല. ശരിയുണ്ടാവുമോ? ഇല്ല. അപ്പം ഇത് വിഷയവും ഇന്ദ്രിയവും തമ്മിൽ സംയോജിക്കുമ്പോൾ വരുന്ന ഇതെല്ലാം ലോകത്തെ സൃഷ്ടിക്കും മനസ്സിൽ. ഇതെല്ലാം അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയെ കളയും. ഇതിനനുസരിച്ച് വാക്ക്, ഇതിനനുസരിച്ച് മനസ്സ്, ഇതിനനുസരിച്ച് ഹോർമോൺ, ഇതിനനുസരിച്ച് എൻസൈം, ഇതിനനുസരിച്ച് കോപം, ഇതിനനുസരിച്ച് താപം, എല്ലാം വർദ്ധിക്കും. വികാസമെന്ന് പരിഷ്കാരമെന്ന് നാം പറയുന്നതെല്ലാം അന്ധക്കരണത്തിൻ്റെ വിശുദ്ധി കളയുന്നതാണ്, അച്ചടക്കം ഇല്ലാതാക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് സമ്മതമാകുന്നതാണെന്ന് തോന്നുന്നില്ല. എനിക്ക് ഇത്രയധികം ആളുകളുമായി പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ഡിതനാകുന്നു എന്നല്ല, മൂഢനാകുന്നു എന്നാണ് അർത്ഥം. കാരണം മനസ്സ് ബഹുശാഖാന്വിതമാകുന്നു എന്നാണ്, അനന്തമാകുന്നു എന്നാണ്, വ്യവസായാത്മികയാകുന്നു എന്നാണ്. അവ്യവസായി ബുദ്ധി
വ്യവസായാത്മിക ബുദ്ധി. അവ്യവസായിയാകുന്നു മനസ്സ് ഈ കൂട്ടുകെട്ടുകളിലൂടെ. വ്യവസായാത്മികയായ ബുദ്ധി ഏകമാണ്. ഹേ കുരുനന്ദന വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. ബഹുശാഖാന്വിതവും അനന്തവുമാണ് അവ്യവസായി ബുദ്ധി. അവ്യവസായിയായ ബുദ്ധിയിലേക്ക് പോകാനാണ് ഈ കൂട്ടുകെട്ടുകളെല്ലാം. ലോകം വിപുലമാക്കാനാണ്, ശാന്തി പോകാനാണ്. എത്ര കുറച്ച് പരിചയമുണ്ട്, എത്ര പരിമിതിയുണ്ട്, അത്രയും മനസ്സ് ശാന്തമാണ്. ഓരോ പരിചയവും വരുന്നതിനനുസരിച്ച് രാഗവും ദ്വേഷവും അനേക കാരണങ്ങളാൽ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാലെല്ലാം അനേക വിധങ്ങളായ ലോകങ്ങളുണ്ടാവും. അനന്തങ്ങളായ ലോകങ്ങളെ പ്രസവിക്കുന്നതാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഭാരതീയ കുടുംബാന്തരീക്ഷങ്ങളിൽ സംസർഗദോഷം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. ഇന്ന് നമുക്കൊക്കെ ഉള്ള സാധനം സംസർഗദോഷമാണ്. സംവർഗവിദ്യയില്ലായ്കയും സംസർഗദോഷം കൂടുകയും. വിഷയേന്ദ്രിയ വ്യാപാരങ്ങളുടെ ശക്തി. അതാണ് ആചാര്യന്മാരുടെ എണ്ണം കൂടുമ്പോഴും പ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുമ്പോഴും മാലിന്യം കൂടുന്നുവെന്ന് പറയുന്നത്. കാരണം അന്ധകരണത്തിലേക്ക് ഈ ചപ്പും ചവറും എല്ലാം കയറിപ്പറ്റും. ഇതനുസരിച്ചുള്ള പ്രിയാപ്രിയങ്ങളെല്ലാം കയറിപ്പറ്റും. പ്രിയാപ്രിയങ്ങളിൽ നിന്നുകൊണ്ട് പലതിനെയും വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യും. അത് ഉണ്ടാക്കുന്നത് വിശുദ്ധിയല്ല, അശുദ്ധിയാണ്. അതുകൊണ്ട് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ബോധ്യമാകേണ്ടതാണ്. അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികതയ്ക്കായിക്കൊണ്ടാണ് 4-ാം അധ്യായത്തിൽ ഇത് മുഴുവൻ ഞാനാണ് എന്ന് ഏകസ്വരത്തിൽ പറഞ്ഞത്. ഇനി അത് ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗത്തിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാണ് യോഗനിഷ്ഠ? ശ്ലോകം ചൊല്ലിയോ?